നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം തരം തുല്യത മലയാളം പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റ് ഭൂമിഗീതങ്ങളിലെ ഒരു പ്രവേശകവും ഒരു കവിതയുമാണ്. പ്രവേശകം ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയതാണ്. കുറ്റിപ്പുറം പാലം എന്ന കവിതയിലെ ഒരു 4 വരി കവിതകൾ. ഞാനതൊന്ന് ചൊല്ലാം. കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരനൊരു യന്ത്രമായാൽ അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലമായൊരൊഴുക്കുചാലായി. കവി ഇവിടെ ഭാരതപ്പുഴയ്ക്ക് മുകളിൽ ഒരു പാലം ഉയർന്നപ്പോൾ ഉണ്ടായ ആശങ്കയാണ് ഈ വരികളിലൂടെ നമ്മെ അറിയിക്കുന്നത്. പേരാറെന്ന് വെച്ചാൽ ഭാരതപ്പുഴ. ഒരു മനുഷ്യന്റെ ജീവിതം, സാധാരണ മനുഷ്യന്റെ ജീവിതം, അവന് വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. ജീവിതത്തിലെ കളിയും ചിരിയും കരച്ചിലുമാണ് അവനുള്ളത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി അവന്റെ ബുദ്ധി വികസിച്ചു വരുമ്പോൾ, അവനൊരു യന്ത്രമാകുമ്പോൾ, അവനിതാ പേരാറിന് കുറുകെ ഒരു പാലം നിർമ്മിക്കുന്നു. ആ പാലം ഉണ്ടായപ്പോൾ കവി പുഴയോട് ചോദിക്കുകയാണ്, അല്ലയോ അമ്മേ പേരാറേ, നീ ഒരു അഴുക്കുചാലായി മാറിപ്പോകുമോ? കവിയുടെ ആശങ്ക അതാണ്. ഇതാ എല്ലാം വികസിച്ചു വരികയാണ്. ഇത്രയും നാൾ ഈ ഭാരതപ്പുഴയ്ക്ക് കുറുകെ ഒരു പാലം ഉണ്ടായിരുന്നില്ല. എവിടെയാണ്? കുറ്റിപ്പുറം പാലം. അതുണ്ടായിരുന്നില്ല. ശാന്തമായിട്ട് ആ പുഴ അങ്ങനെ ഒഴുകുകയായിരുന്നു. ഇതാ അതിനു മുകളിൽ ഒരു പാലം വന്നിരിക്കുന്നു. വികസനം ആണിവിടെ നടന്നിരിക്കുന്നത്. ഈ വികസനത്തിന്റെ ഫലമായിട്ട്, യന്ത്രവൽകൃത ജീവിതത്തിന്റെ ഫലമായിട്ട് ഇനി ഒരുപക്ഷെ ഈ നിഷ്കളങ്കയായ അല്ലെങ്കിൽ പരിശുദ്ധയായ അഴുക്കുകളൊന്നുമില്ലാത്ത ഈ ഭാരതപ്പുഴ ഒരുപക്ഷെ അഴുക്കുചാലായി മാറുമോ എന്ന് കവി സംശയിക്കുന്നു. ഇതാണ് ഈ വരികളുടെ ആശയം. ഇവിടെ താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഭാരതപ്പുഴയ്ക്ക് മുകളിൽ പാലം ഉയർന്നപ്പോൾ കവിക്കുണ്ടായ ആശങ്കയാണ് ഈ കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം ആശങ്കകൾക്ക് പ്രസക്തിയുണ്ടോ? നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കുക. തീർച്ചയായിട്ടും കവിയുടെ ഈ ആശങ്ക സത്യവത്തായി തീർന്നു എന്ന് ഈ കാലഘട്ടം തെളിയിക്കുന്നു. കാരണം കവി ഇവിടെ ഭാരതപ്പുഴയുടെ മുകളിൽ പാലം വന്നപ്പോൾ ആ പുഴ ഒരു ഒഴുക്കുചാലായി മാറുമോ എന്ന് സംശയിക്കുകയായിരുന്നു. അത് വർഷങ്ങൾക്ക് മുൻപ്. പക്ഷെ ഇന്ന് നമ്മുടെ പുഴകളെല്ലാം തന്നെ അഴുക്കുചാലായി മാറിയിരിക്കുന്നു. ഭാരതപ്പുഴ മാത്രമല്ല, നമ്മുടെ കേരളത്തിലുള്ള മിക്കവാറും എല്ലാ പുഴകളും അഴുക്കുകൾ കൊണ്ട്, രാസവസ്തുക്കൾ കൊണ്ട് മലീമസമായിരിക്കുന്നു. നമ്മുടെ പെരിയാർ, ആ പെരിയാറിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ അടുത്ത കാലത്ത് ആലുവയ്ക്കടുത്ത് പെരിയാറിൽ ധാരാളം മത്സ്യങ്ങൾ ചത്തുപൊങ്ങുകയുണ്ടായി, കൂട്ടത്തോടെ. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞത്, പെരിയാറിന്റെ തീരത്തുള്ള വ്യവസായശാലകളിൽ നിന്നും മാലിന്യ വസ്തുക്കൾ, രാസവസ്തുക്കൾ എന്നിവ നേരിട്ട് പുഴയിലേക്ക് ഒഴുക്കുകയാണ് എന്നാണ്. ഈ രാസവസ്തുക്കൾ വെള്ളത്തിൽ കലരുകയും അങ്ങനെ മത്സ്യങ്ങൾ അവ ശ്വസിച്ചും അവ കുടിച്ചും അങ്ങനെ മരണപ്പെടുകയും ചെയ്തു. കൂട്ടമായ ഒരു മരണം. പുഴയിലുടനീളം നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം പ്ലാസ്റ്റിക് വസ്തുക്കൾ, പ്ലാസ്റ്റിക് കുപ്പികൾ. ഇതെല്ലാം മനുഷ്യൻ പുഴയിലേക്ക് വലിച്ചെറിയുകയാണ്. തീർച്ചയായിട്ടും കവിയുടെ ആശങ്ക ഇന്ന് സത്യവത്തായി തീർന്നിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ ഈ ഒരു കാരണത്താൽ പറയാവുന്നതാണ്. നമ്മളിപ്പോൾ ഭൂമിഗീതങ്ങൾ എന്ന യൂണിറ്റിലെ പ്രവേശകമാണല്ലോ പഠിച്ചു നിർത്തിയത്. അടുത്തതായിട്ട് നമുക്ക് ONV കുറുപ്പ് എഴുതിയ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത പഠിക്കാം. അല്ലെ, 1984 ONV കുറുപ്പ് ഭൂമിക്കൊരു ചരമഗീതം എന്ന കാവ്യ സമാഹാരം പ്രസിദ്ധീകരിച്ചത്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു കവിതയാണ് ഭൂമിക്കൊരു ചരമഗീതം. ഭൂമിയെ അമ്മ എന്ന സങ്കല്പത്തിൽ കണ്ട് മനുഷ്യവർഗം ചെയ്യുന്ന ആ വിനാശത്തിന്റെ ചിത്രം ഈ കവിതയിലൂടെ കവി നമുക്ക് വരച്ചു കാണിക്കുന്നു. അമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളർന്ന മക്കൾ അമ്മയുടെ മാറിടം മാന്തി പൊളിച്ച് ചോര കുടിക്കുന്ന അവസ്ഥയാണ് കവി വിവരിക്കുന്നത്.
ONV കുറിപ്പിനെ കുറിച്ച്, അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് അറിയാം. ധാരാളം മനോഹരമായ കവിതകൾ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട്. കവിതകൾക്ക് പുറമെ അദ്ദേഹത്തിൻ്റെതായിട്ട് ധാരാളം സിനിമാ ഗാനങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ എന്നെന്നും നിലനിൽക്കുന്ന, ഒരിക്കലും മറക്കാൻ ഇടയില്ലാത്ത ധാരാളം സിനിമാ ഗാനങ്ങൾ. അദ്ദേഹത്തിൻ്റെ മോഹം എന്ന കവിതയെ അടിസ്ഥാനമാക്കി മലയാള സിനിമയിൽ അതിലെ ചില വരികൾ വെച്ചുകൊണ്ട് ഒരു ഗാനം ഉണ്ടായിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു ഗാനം. ഈ ഗാനം എപ്പോൾ കേട്ടാലും നമ്മുടെ മനസ്സ് നമ്മുടെ ഭൂതകാലത്തിലേക്ക് പ്രയാണം ചെയ്യും. ഓരോ ആളുകൾക്കും ഇത് സത്യമാണെന്ന് തോന്നും. ഞാൻ അതിലെ 4 വരി ഒന്ന് ചൊല്ലാം. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. കേട്ടിട്ടില്ലേ ഈ ഗാനം? ഇത് നമ്മുടെ മനസ്സിൽ വളരെയധികം ഓർമ്മകളെ ഉണർത്തുന്ന ഒരു ഗാനം തന്നെയാണ്. ഇത് മുഴുവനൊന്ന് കേട്ടു നോക്കൂ. അദ്ദേഹത്തിൻ്റെതായിട്ട് മറ്റൊരു ഗാനം കൂടി പാടാം. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമി വേദി. ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നുവോ. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമി വേദി. ഇങ്ങനെ എത്ര മനോഹരങ്ങളായ സിനിമാ ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ളത്. ഞാൻ ഇനി അടുത്തതായിട്ട് നമ്മുടെ കവിതയിലേക്കാണ് പോകുന്നത്. കവിത ഞാനൊന്ന് ചൊല്ലാം, ശ്രദ്ധയോടെ കേട്ടിരിക്കൂ. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൽ നിഴലിൽ നീ നാളെ മരവിക്കേ. ഉയരറ്റ നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ലാരും. ഈ ഞാനും ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണന്റെ കഥയെത്ര പഴകി. പുതിയ കഥ എഴുതുന്നു വസുധയുടെ മക്കളിവർ. വസുധയുടെ വസ്ത്രമുരിയുന്നു, വിപണികളിൽ അവ വിറ്റുമൂന്തുന്നു. വിടനഗര മഴുമുനകൾ കേളി തുടരുന്നു. കത്തുന്ന സൂര്യന്റെ കണ്ണുകളിൽ നിന്നഗ്നി വർഷിച്ചു രോഷമുണരുന്നു. ആടിമുകിൽ മാല കൊടിനീരു തിരയുന്നു, ആതിരകൾ കുളിരു തിരയുന്നു. ആവണികൾ ഒരു കുഞ്ഞു പൂവു തിരയുന്നു, ആറുകൾ ഒഴുക്കു തിരയുന്നു. സർഗലയ താളങ്ങൾ തെറ്റുന്നു, ജീവരഥ ചക്രങ്ങൾ ചാലിലുറയുന്നു. ബോധമാം നിറനിലാവൊരു തുള്ളിയെങ്കിലും ചേതനയിൽ ശേഷിക്കുവോളം നിന്നിൽ നിന്നൊരുവായി നിന്നിൽ നിന്നുയരാർന്നോരെന്നിൽ നിന്നോർമകൾ മാത്രം. നീ എൻ്റെ രസനയിൽ
വയമ്പും നറും തേനുമായി വന്നൊരാദ്യാനുഭൂതി. നീ എൻ്റെ തിരികെടും നേരത്ത് തീർത്ഥകണമായെത്തും അന്ത്യാനുഭൂതി. ആയിരം ഉണ്ണിക്കനികൾക്ക് തൊട്ടിലും താരാട്ടുമായി നീ ഉണർന്നിരിക്കുന്നതും, ആയിരം കാവുകളിലൂഞ്ഞാലിടുന്നതും, ആലിലത്തുമ്പത്തിരുന്നു തുള്ളുന്നതും, അഞ്ചിതൾ പൂക്കളായി കയ്യാട്ടി നിൽപ്പതും, അമ്പലപ്രാവായി നീ കുറുകുന്നതും, ആയിരം പുഴകളുടെ ഓളങ്ങളായി എൻ്റെ ആത്മഹർഷങ്ങൾക്ക് താളം പിടിപ്പതും, പൂവാകയായി പൂത്തിലഞ്ഞിയായി കൊന്നയായി പുത്തനാം വർണ്ണക്കുടകൾ മാറുന്നതും, കൂമന്റെ മൂളലായി പേടിപ്പെടുത്തി നീ കുയിലിൻ്റെ കൂകലായി പേടി മാറ്റുന്നതും, അന്തരംഗങ്ങളിൽ കളമെഴുതുവാൻ 100 വർണ്ണങ്ങൾ ചെപ്പിലൊരുക്കി വയ്ക്കുന്നതും, സായന്തനങ്ങളെ സ്വർണമാക്കുന്നതും, സന്ധ്യയെ എടുത്തു നീ കാട്ടിൽ മറയുന്നതും, പിന്നെ ഒരു ഉഷസ്സിനെ തോളിലേറ്റുന്നതും, എന്നെയും ഉണർത്തുവാൻ എന്നെ അമൃതൂട്ടുവാൻ കദളീവന ഹൃദയനീടത്തിലൊരു കിളിമുട്ട അടവച്ചു കവിതയായി നീ വിരിപ്പതും, ജലകണിക പോലവേ തരളമെൻ വാഴ്വിനൊരു നളിനതലമായി നീ താങ്ങായി നിൽപ്പതും, അറിയുന്നു ഞാൻ എന്നിൽ നിറയുന്നു നീ എൻ്റെ അമൃതമീ നിൻ സ്മൃതികൾ മാത്രം. ചിറകുകളിൽ സംഗീതമുള്ള കളഹംസമേ, അരിയ നിൻ ചിറകിൻ്റെ ഒരു തൂവലിൻ തുമ്പിൽ ഒരു മാത്രയെങ്കിൽ ഒരു മാത്ര എൻ വാഴ്വെന്ന മധുരമാം സത്യം ജ്വലിപ്പൂ. അത് കെട്ടുപോകട്ടെ നീയാകും അമൃതവും മൃതിയുടെ ബലിക്കാക്ക കുത്തി, മുണ്ടിത ശിരസ്കയായി ഭ്രഷ്ടയായി നീ സൗരമണ്ഡല പെരുവഴിയിലൂടെ, മാനഭംഗത്തിൻ്റെ മാറാപ്പുമായി സന്താന പാപത്തിൻ വിഴുപ്പുമായി, പാതിയുമൊഴിഞ്ഞൊരു മനസ്സിലതിതീവ്രമാം വേദനകൾ തൻജ്വാല മാത്രമായി, പോകുമീ പോക്കിൽ സിരകളിലൂടരിച്ചേറുകയല്ലേ കരാള മൃത്യു. ഇനിയും മരിക്കാത്ത ഭൂമി, ഇതു നിന്റെ മൃതിശാന്തി ഗീതം, ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. ഉയരറ്റ നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ല ഞാൻ, ആകയാൽ ഇതുമാത്രം ഇവിടെ എഴുതുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, മൃതിയിൽ നിനക്കാത്മശാന്തി. കവിത എങ്ങനെയുണ്ട്? നമ്മുടെ മനസ്സിൽ തീവ്രമായ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കവിത തന്നെയാണ് ഇത്. ഈ കവിത കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അതീവ ദുഃഖം ഉണ്ടാകും. കവിത ചൊല്ലിയത് കേട്ടല്ലോ.
നമുക്കിനി കവിതയുടെ ആശയത്തിലേക്ക് പോകാം. കവി വളരെയധികം വേദനയോടെയാണ് ഈ കവിത എഴുതുന്നത്. കവി പറയുന്നു, ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. അല്ലയോ ഭൂമി, ഇനിയും മരിക്കാത്ത ഭൂമി, ഭൂമി ഇനിയും മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവനോടെയുണ്ട്. പക്ഷേ നിന്നാസന്ന മൃതിയിൽ ഉടനെ തന്നെ നിനക്ക് മരണം സംഭവിക്കും. ആസന്നം, അടുത്തു തന്നെ നിനക്കുണ്ടാകാൻ പോകുന്ന ആ മരണത്തിൽ ഞാൻ നിനക്ക് ആത്മശാന്തി നേരുന്നു. ഭൂമിയുടെ മരണത്തെക്കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത്. ഭൂമി ഇപ്പോഴും ജീവനോടെയുണ്ട്, പക്ഷേ ഉടനെ തന്നെ മരിക്കും. ആ മരിക്കുന്ന ഭൂമിക്ക് ഞാനിതാ ആത്മശാന്തി നേരുന്നു. ഇത് നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. ഇത് നിന്റെയും ഭൂമിയുടെയും മാത്രമല്ല എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തിൽ ഇന്ന് കുറിച്ച ഒരു ഗീതമാണ്. ഭൂമി മരണമടയുമ്പോൾ ഭൂമിയിലുള്ള മനുഷ്യരും മരണമടയും. കവി ചിന്തിക്കുന്നു, ഭൂമിയോടൊപ്പം താനും ഇല്ലാതെയാകും. മരണത്തിന് ശേഷം ഒരു ചരമഗീതം എഴുതാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. മരണം മുന്നിൽ കണ്ടുകൊണ്ട് കവി ഇതാ മുൻകൂട്ടി ചരമഗീതം എഴുതുകയാണ്. ഭൂമിക്കും കവിക്കും വേണ്ടി എന്ന് പറയുന്നു. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൽ നിഴലിൽ നീ നാളെ മരവിക്കേ. നാളെ മൃതി, മരണത്തിന്റെ കറുത്ത വിഷപുഷ്പം. മരണം, അതിന്റെ നിറം നമ്മൾ കറുപ്പാണെന്നാണ് പറയുന്നത്. ആ മരണത്തിന്റെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൽ നീ നാളെ മരവിക്കേ. അതിന്റെ നിഴലിൽ നീ നാളെ മരവിച്ചു പോകുന്നു. മരിച്ചു പോകുമ്പോൾ ഉയിരറ്റ നിൻമുഖത്ത് അശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ലാരും, ഈ ഞാനും. കവി പറയുന്നു, നാളെ ഭൂമി മരണമടയുമ്പോൾ മരണത്തിന്റെ കറുത്ത വിഷപുഷ്പം വിടർന്ന് ആ നിഴലിൽ ഭൂമി മരിച്ച് മരവിക്കുമ്പോൾ ആ ജീവനില്ലാത്ത നിന്റെ മുഖത്ത് കണ്ണുനീർ തൂകി കരയുവാൻ ഇവിടെ ആരും ഉണ്ടാവുകയില്ല, ഈ ഞാൻ ഉൾപ്പെടെ. കവി ചിന്തിക്കുന്നത് ഭൂമി ഇല്ലാതെയാകുമ്പോൾ, ഭൂമി മരിക്കുമ്പോൾ ഭൂമിയോടൊപ്പം ഇവിടെയുള്ള സമസ്ത ജീവജാലങ്ങളും ഇല്ലാതെയാകും. ആ മരണപ്പെട്ട ഭൂമിക്ക് വേണ്ടി കണ്ണുനീർ പൊഴിക്കാൻ, ഉദകക്രിയ ചെയ്യാൻ ഇവിടെ ആരും ഉണ്ടാവുകയില്ല, ഈ ഞാൻ പോലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു. അതുകൊണ്ടാണ് ഞാൻ മരണത്തിന് മുൻപ് തന്നെ നിനക്കായിട്ട് ഒരു ചരമഗീതം എഴുതുന്നത്. വീണ്ടും, ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. അപ്പോൾ കവി എന്തുകൊണ്ടാണ് ഭൂമിക്ക് ഒരു ചരമഗീതം എഴുതുന്നത് എന്ന് ചോദിച്ചാൽ, ഭൂമിയോടൊപ്പം ഭൂമിയിലെ മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും മരണപ്പെടും. മരണപ്പെട്ട ഭൂമിക്ക് അന്ത്യശുശ്രൂഷ കൊടുക്കാനോ ചരമഗീതം പാടാനോ ഉദകക്രിയ ചെയ്യാനോ ഇവിടെ ആരും അവശേഷിക്കുകയില്ല, കവി ഉൾപ്പെടെ. അതുകൊണ്ടാണ് മരണത്തിന് മുമ്പ് കവി ചരമഗീതം എഴുതുന്നത്. കവി വീണ്ടും പറയുകയാണ്, അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണന്റെ കഥയത്ര പഴകി. അറിയാതെ സ്വന്തം അമ്മയെ, ജനനി അമ്മയെ പരിണയിച്ച, വിവാഹം കഴിച്ച ആ യവന തരുണൻ, ആ ഗ്രീക്ക് യുവാവിന്റെ കഥ എത്രയോ പഴകിയിരിക്കുന്നു. ഈഡിപ്പസ് രാജാവിന്റെ കഥയാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈഡിപ്പസ് ജനിച്ച സമയത്ത് അപ്പോളോ ദേവൻ ഒരു പ്രവചനം നടത്തുകയുണ്ടായി. ഈ കുഞ്ഞ് അച്ഛനെ വധിക്കുകയും അമ്മയെ വിവാഹം കഴിക്കുകയും ചെയ്യുമെന്ന്. ഇത് മനസ്സിലാക്കിയ അറിഞ്ഞ രാജാവ് ആ കുഞ്ഞിനെ കൊല്ലുന്നതിനായിട്ട് ഒരു പരിചാരകന്റെ കൈവശം കൊടുത്തയക്കുന്നു. എന്നാൽ അയാൾ ആ കുഞ്ഞിനെ കൊല്ലുന്നില്ല, ഒരു ഇടയന് വളർത്താനാണ്
കൊടുക്കുന്നത്. അങ്ങനെ ആ കുഞ്ഞ് വളർന്ന് വലുതാകുന്നു. ഒരു ദിവസം യാത്രാമധ്യേ വഴിയിൽ വെച്ച് തൻ്റെ പിതാവിനെ കാണുകയും വാക്തർക്കം ഉണ്ടാവുകയും പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെടുകയും തൻ്റെ പിതാവാണെന്നറിയാതെ അദ്ദേഹത്തെ ഈഡിപ്പസ് വധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പ്രവചനത്തിൻ്റെ 1-ാം ഭാഗം സത്യമായി. അതിനുശേഷം ഈഡിപ്പസ് തൻ്റെ അമ്മയാണ് ഇത് എന്ന് മനസ്സിലാക്കാതെ അമ്മയെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രവചനം പൂർണ്ണമായിട്ടും അവിടെ ഫലിക്കുന്ന ഒരു ചിത്രമാണ് ആ കഥയിൽ നമ്മൾ കാണുന്നത്. ആ ഈഡിപ്പസ് ചെയ്തത് അറിയാതെയാണ് അമ്മയെ പരിണയിച്ചത്. പക്ഷേ ഇവിടെ ഭൂമിയുടെ മക്കൾ അറിഞ്ഞുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത് എന്ന് കവി പറയുന്നു. അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണന്റെ കഥയെത്ര പഴകി. അതൊരു പഴയ കഥയാണ്. എന്നാൽ പുതിയ കഥ എഴുതുന്നു വസുധയുടെ മക്കളിവർ, വസുധയുടെ വസ്ത്രമുരിയുന്നു. ഇപ്പോഴിതാ പുതിയ കഥകളാണ് മക്കൾ ചെയ്യുന്നത്. വസുധ, ഭൂമിയുടെ മക്കൾ എന്താണ് ചെയ്യുന്നത്? സ്വന്തം അമ്മയുടെ, വസുധയുടെ, ഭൂമിയുടെ വസ്ത്രം ഉരിഞ്ഞു മാറ്റുകയാണ്. ഇത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. പുതിയ കഥ എഴുതുന്നു വസുധയുടെ മക്കളിവർ, വസുധയുടെ വസ്ത്രമുരിയുന്നു. എന്നിട്ടോ വസ്ത്രമുരിഞ്ഞിട്ട് വിപണികളിൽ അവ വിറ്റുമോന്തുന്നു, വിടനഗര മഴുമുനകൾ കേളി തുടരുന്നു. അവർ ആ വസ്ത്രം ഉരിഞ്ഞിട്ട് അത് വിപണികളിൽ, മാർക്കറ്റുകളിൽ, ചന്തകളിൽ കൊണ്ടുപോയി വിൽക്കുന്നു, പണം വാങ്ങി കുടിക്കുന്നു. അങ്ങനെ വിടനഗര മഴുമുനകൾ കേളി തുടരുന്നു. മഴുവിന്റെ കേളികൾ അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിനെയാണ്. പ്രകൃതി സുന്ദരമായ ധാരാളം വൃക്ഷങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട നാടാണല്ലോ നമ്മുടെ കേരളം. ധാരാളം മലകളും കുന്നുകളും മലഞ്ചെരിവുകളും, എത്ര പ്രകൃതി രമണീയമായ സ്ഥലമാണ് നമ്മുടെ കേരളം. പച്ചവിരിച്ച് കിടക്കുന്ന പരവതാനി പോലെ കിടക്കുന്ന ഒരു പ്രദേശം. പക്ഷേ ഇന്ന് ഈ ഭൂമിയുടെ മക്കൾ, മനുഷ്യർ, മരങ്ങളൊക്കെ വെട്ടുകയാണ്, വെട്ടി വിൽക്കുകയാണ്. വലിയ വിലയ്ക്ക് വിലപിടിപ്പുള്ള വലിയ വലിയ മരങ്ങൾ നിഷ്കരുണം അവർ വെട്ടി വിൽക്കുന്നു. അങ്ങനെ വിറ്റ് അവർ പണം ഉണ്ടാക്കുന്നു. കത്തുന്ന സൂര്യന്റെ കണ്ണുകളിൽ നീ വർഷിച്ചു രോഷമുണരുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ, മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുമ്പോൾ സൂര്യൻ പ്രതികരിക്കുകയാണ്. സൂര്യൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കത്തുന്ന സൂര്യന്റെ കണ്ണുകളിൽ നിന്നഗ്നി വർഷിച്ച്. സൂര്യന്റെ ചൂട് നമുക്കറിയാം. സൂര്യന്റെ ചൂട് ഓരോ വർഷവും കൂടി വരികയാണ്. ഈ വർഷത്തെ ചൂടല്ല, അടുത്ത വർഷം. ആഗോളതാപനം എന്ന ഒരു പരിസ്ഥിതിയെ ഇല്ലാതാക്കുന്ന ഒന്ന് തന്നെ ഇന്ന് രൂപം കൊണ്ടിട്ടുണ്ട്. ആഗോളതാപനത്തിന്റെ ഫലമായിട്ട് ഭൂമി തന്നെ ഒരുപക്ഷെ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഇല്ലാതെയാകാം. ഇവിടെ മരങ്ങളെല്ലാം വെട്ടി ഭൂമിയുടെ പച്ചപ്പെല്ലാം നശിപ്പിച്ച് മനുഷ്യൻ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതാ സൂര്യൻ നമ്മളോട് പ്രതികരിക്കുന്നത് കടുത്ത ചൂട് നമുക്ക് നൽകിക്കൊണ്ടാണ്. കത്തുകയാണ് സൂര്യൻ. കത്തുന്ന സൂര്യന്റെ കണ്ണുകളിൽ നിന്നും എന്താണ് വരുന്നത്? അഗ്നിയാണ് വരുന്നത്, തീയാണ് വരുന്നത്. കൊടും അഗ്നിയുടെ ചൂട് ഭൂമിയിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ആടിമുകിൽ മാല കുടിനീരു തിരയുന്നു, ആതിരകൾ കുളിരു തിരയുന്നു. നമ്മുടെ ഭൂമിയുടെ, കേരളത്തിന്റെ പരിസ്ഥിതികളാകെ മാറിയിരിക്കുകയാണ്. പണ്ടുകാലത്ത് എല്ലാം കാലചക്രം അനുസരിച്ച് വന്നുകൊണ്ടിരിക്കും. മഴ കൃത്യസമയത്ത്, വേനൽ കൃത്യസമയത്ത്, മഞ്ഞുകാലം കൃത്യസമയത്ത്, എല്ലാം കൃത്യതയുള്ളതായിരുന്നു. പക്ഷെ ഇന്ന് അതെല്ലാം മാറിയിരിക്കുന്നു. നമ്മുടെ കാലാവസ്ഥ ഇപ്പോൾ പറയാൻ പറ്റില്ല ഏതു തരത്തിലാണെന്ന്. ആടിമുകിൽ മാല കുടിനീര് തിരയുകയാണ്. ആടിമാസം, കർക്കടക മാസത്തിൽ സാധാരണ നമുക്ക് നല്ല കാലവർഷം ലഭിക്കാറുണ്ട്. ആ കൃത്യസമയത്ത് തന്നെ ആ മഴക്കാലം എത്താറുമുണ്ട്. പക്ഷേ ഇതാ ആ മേഘക്കൂട്ടങ്ങൾ കുടിനീര് തിരയുകയാണ്. എന്ന് വെച്ചാൽ സമയത്ത് മഴ പെയ്യുന്നില്ല. ആതിരകൾ കുളിരു തിരയുന്നു. ആതിരമാസം,
മഞ്ഞുകാലത്ത് മഞ്ഞ് നമുക്ക് ലഭിക്കുന്നില്ല. അവ കുളിര് തിരയുകയാണ്. എവിടെയാണ് തണുപ്പ് എന്ന് തിരയുന്നു. ആവണികൾ ഒരു കുഞ്ഞു പൂവ് തിരയുന്നു. ആവണി മാസം, ചിങ്ങമാസം, നമ്മുടെ ഓണമാസം. ഒരു കുഞ്ഞു പൂവിൽ പോലും, ഒരു കുഞ്ഞു പുൽച്ചെടിയിൽ പോലും പൂവ് വിരിയുന്ന ആ വസന്തകാലം, ആവണി മാസം. പക്ഷെ ഇന്ന് അങ്ങനെ പൂക്കളൊന്നും എങ്ങും കാണുന്നില്ല എന്നാണ് കവി പറയുന്നത്. ആവണികൾ ഒരു കുഞ്ഞു പൂവ് തിരഞ്ഞ് നടക്കുകയാണ്. ആറുകൾ ഒഴുക്കു തിരയുന്നു. ആറുകൾ, പുഴകളൊക്കെ ഒഴുകാൻ വെള്ളമില്ലാതെ അങ്ങനെ നിശ്ചലമായി കിടക്കുന്നു. ഭാരതപ്പുഴയുടെ കഥ നമുക്കറിയാം. നിങ്ങൾ ഭാരതപ്പുഴ വേനൽക്കാലത്തൊന്ന് കണ്ടിട്ടുണ്ടോ? വേനൽക്കാലം വേണ്ട, ഏതു കാലത്തായാലും അതില് വെള്ളം അല്പം മാത്രമേ ഉള്ളൂ. ഒഴുകാൻ പോലുമുള്ള വെള്ളം വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കിയൊക്കെ മണൽ പ്രദേശങ്ങളായിട്ട്, കരപ്രദേശങ്ങളായിട്ട് കിടക്കുന്നു. പണ്ടുകാലത്ത് വർഷം മുഴുവൻ നിറഞ്ഞു കവിഞ്ഞൊഴുകിയിരുന്ന പ്രകൃതി രമണീയമായ കേരളത്തിന്റെ ആ ഭാരതപ്പുഴയ്ക്ക്, പേരാറിന് ഇന്ന് ഒഴുകാൻ വെള്ളമില്ലാതായിരിക്കുന്നു. അപ്പോൾ ആറുകൾ ഒഴുക്ക്, വെള്ളം ഇല്ലാതെ ഒഴുകാൻ സാധിക്കാതെ അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ചുരുക്കത്തിൽ മൊത്തത്തിലുള്ള സർഗലയ താളങ്ങൾ, എല്ലാ താളങ്ങളും തെറ്റുന്നു. ജീവരഥ ചക്രങ്ങൾ ചാലിലുറയുന്നു. ജീവരഥം, ജീവന്റെ രഥം, ജീവനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ രഥത്തിന്റെ ചക്രങ്ങൾ മണ്ണിൽ, ചെളിയിൽ ഉറഞ്ഞു പോകുന്നു. കവിയുടെ ദുഃഖം നോക്കൂ, എന്തെല്ലാമാണ് സംഭവിക്കുന്നത്. ഇതിന്റെ എല്ലാം കാരണക്കാരൻ ആരാണ്? നമ്മൾ തന്നെ, മനുഷ്യൻ തന്നെ. മനുഷ്യൻ എല്ലാം ഭൂമിയെ വെട്ടി നശിപ്പിച്ച് കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം ഉണ്ടായിരിക്കുന്നത്. എന്തെല്ലാമാണെന്ന് നമ്മൾ പഠിച്ചല്ലോ. അങ്ങനെ മൊത്തത്തിൽ മനുഷ്യന്റെ ജീവരഥം, ജീവന്റെ പോക്ക്, ആ യാത്ര ആകെ, അതിന്റെ ചക്രങ്ങളാകെ ചെളിയിൽ അങ്ങനെ ഉറഞ്ഞു കിടക്കുകയാണ്. അതിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ബോധമാം നിറനിലാവിൽ ഒരു തുള്ളിയെങ്കിലും ചേതനയിൽ ശേഷിക്കുവോളം നിന്നിൽ നിന്നുരുവായി, നിന്നിൽ നിന്നുയരാർന്നൊരെന്നിൽ നിന്നോർമ്മകൾ മാത്രം. എൻ്റെ മനസ്സിൽ അല്പമെങ്കിലും, ഒരു തുള്ളിയെങ്കിലും ബോധം ഉണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ, അതെന്റെ മനസ്സിൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ, നിന്നിൽ നിന്നും ജനിച്ച ഞാൻ നിന്റെ ഓർമ്മകളുമായിട്ട് ഇങ്ങനെ ജീവിക്കും. കവി ആശ്വസിക്കുകയാണ്. തനിക്ക് അല്പമെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ, ഭൂമിയിൽ നിന്നും ജനിച്ച, ഭൂമിയുടെ മകനാണ് താനെന്ന് കവി ആവർത്തിച്ചു പറയുന്നു. നിന്റെ ഓർമ്മകൾ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. പണ്ട് നീ എൻ്റെ രസനയിൽ വയമ്പും നറുന്തേനും ആയി വന്നൊരാദ്യാനുഭൂതി. പണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ നാവിൽ, രസന നാവ്, എൻ്റെ നാവിൽ വയമ്പും നറുന്തേനുമായി എനിക്ക് ആദ്യമായ ഒരു അനുഭൂതിയായി വന്നു. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ ആ കുഞ്ഞിന് അവൻ്റെ നാവിൽ വയമ്പും നറുന്തേനും കൊടുക്കാറുണ്ട്. അമ്മ ആദ്യമായിട്ട് കൊടുക്കുന്നതാണ് വയമ്പും നറുന്തേനും. ആ കുഞ്ഞ് നല്ല വണ്ണം സംസാരിക്കാനും ഒക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ അനുഭൂതി. എന്നാൽ നീ എൻ്റെ തിരികെടും നേരത്ത് തീർത്ഥകണമായെത്തും അന്ത്യാനുഭൂതി. അപ്പോൾ എൻ്റെ രസനയിൽ ആദ്യത്തെ അനുഭൂതി, എൻ്റെ രസനയിൽ, എൻ്റെ നാവിൽ വയമ്പും നറുതേനും കൊണ്ടുതന്ന അനുഭൂതിയാണെങ്കിൽ, എൻ്റെ അവസാന കാര്യം എന്താണ്? എൻ്റെ തിരികെടും നേരത്ത്, എൻ്റെ മരണസമയത്ത് എനിക്ക് തീർത്ഥഗണമായി, എൻ്റെ നാവിൽ മരണസമയത്ത് ഒഴിച്ചു തരാനായിട്ട് ഒരു തുള്ളി വെള്ളവുമായിട്ട് വരുന്ന, തീർത്ഥവുമായി വരുന്ന അന്ത്യാനുഭൂതിയാണെന്ന് കവി വേദനയോടെ ഓർക്കുന്നു. അപ്പോൾ ഇത്രയും നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. ഇനി ഈ കവിതയുടെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരെ